ക്ലാസ് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയുടെ പോകുമ്പോൾ ഞാൻ എറണാകുളം MG റോഡ് വഴി പോകുന്ന സമയത്ത് സെക്കൻഡ് ഹാൻഡ് ബുക്സ് വിൽക്കുന്ന ഒരു വഴിയോരത്തുള്ള ഫുട്പാത്തിൽ അവിടെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ ജോസഫ് മർഫിയുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിനുള്ള വളരെ ചെറിയ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. തുച്ഛമായ വിലയ്ക്ക് അത് വാങ്ങി അവിടെ നിന്ന് തന്നെ ഒരു 4-5 പേജ് വായിച്ചപ്പോൾ എന്നെ അത് വളരെ ആകർഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നീട് ഞാൻ ആ പുസ്തകം എനിക്ക് തോന്നുന്ന ഒരു 100 വട്ടമല്ല കൂടുതൽ വായിച്ചിട്ടുണ്ട്. ഇത് നടക്കുന്നത് 2009-ലാണ്. അതിനുശേഷം ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട വലിയൊരു പുരോഗതി മീൻസ് ഞാൻ വിഷ്വലൈസ് ചെയ്ത ലെവലിൽ തന്നെ ഒരുപാട് കാര്യങ്ങളിലേക്ക് എന്റെ ജീവിതം മാറ്റപ്പെട്ടു. ആ ഒരു ലെവലിലേക്ക് തന്നെ വന്നു എന്ന് പറയാം. പക്ഷെ അതിന് ശേഷം പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഇതിനൊരു തുടർച്ച ഒന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് സാറ് പറയുന്ന പോലെ നമുക്കൊരു മെൻറോ അല്ലെങ്കിൽ അതിനെ ഗൈഡ് ചെയ്യാവുന്ന ലെവലിലുള്ള പ്രായോഗിക തലത്തിലുള്ള ഒരു ഗൈഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് ആ വായന ഇടയ്ക്ക് നിന്നുപോയി. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ ഫേസ്ബുക്കിലൂടെ ഈ ക്ലാസ്സിനെ കുറിച്ച് അറിയുന്നത്. പ്രത്യേകിച്ച് മെന്റലിസം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് അറിയാനുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് വളരെ എന്തോ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഒരു അത്ഭുത സ്ഥിതിയുള്ള ഒരു കാര്യമാണെന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷെ സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അത് നമുക്ക് സ്വായത്തമാക്കാവുന്ന ഒരു ആർട്ടാണ്, ഒരു കലയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി തന്നു. നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് എന്തൊക്കെ മായാജാലങ്ങൾ കാണിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ എവിടെ വരെ എത്താം എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ബോധ്യം തന്നു. അപ്പോൾ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ സാർ ഇനി തുടങ്ങി വെച്ചിരിക്കുന്ന കേരളത്തിൽ ഇപ്പോൾ കാലിക്കറ്റ് ക്ലാസ് കഴിഞ്ഞെന്ന് പറഞ്ഞു കൊച്ചി തുടർന്ന് വരുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ എൻ്റെ എല്ലാവിധ പിന്തുണയുണ്ടാകും, പ്രാർത്ഥനയും സഹകരണം ഉണ്ടാകുമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിച്ചു. ആശംസ.